ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിൻ്റെ EVSലുള്ള മൂന്നാമത്തെ പാഠമാണ് കേട്ടോ. പാഠത്തിൻ്റെ പേരെന്താണ്? ജലവും മണ്ണും. ഈ ഒരു പാഠഭാഗത്ത് ജലത്തിൻ്റെ സവിശേഷതകളെ പറ്റിയിട്ട് ജലം നമുക്ക് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉപയോഗത്തിലുണ്ട് എന്നുള്ളതിനെക്കുറിച്ചും മണ്ണിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ചാപ്റ്റർ ഒന്ന് നോക്കാം അല്ലേ. ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്തപ്പോൾ ഓടുന്ന കുറച്ച് കുട്ടികളാണല്ലേ കാണുന്നത്. കുട്ടനും കൂട്ടരും കളികൾ തുടങ്ങി, പെട്ടെന്നയ്യ ചെറുമഴ ചാറി അല്ലേ. കുട്ടനും കൂട്ടരും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറുമഴ ചാറി. മാനമിരുണ്ടു വെള്ളിടി പാറി, കുട്ടനും കൂട്ടരും വീട്ടിലേക്ക് ഓടി. മാനം ആകാശം ഇരുണ്ട് അല്ലേ. എന്നിട്ടോ ഇടി വെട്ടി. അപ്പോൾ കുട്ടനും കൂട്ടരും എന്ത് ചെയ്തു? കുട്ടനും കൂട്ടരും വീട്ടിലേക്ക് ഓടി. ചെറുമഴ പുതുമഴ കലപില മേളം, ആ മഴ പിന്നെ പെരുമഴയായി അല്ലേ. ചെറുമഴ ആയിരുന്നു, ഒരു പുതിയ മഴ, ഫ്രഷ് മഴയായിരുന്നു. അത് പിന്നെ എന്തായി? പെരുമഴയായി. പെരുമഴ മാറി കാർമുകിൽ നീങ്ങി, മണ്ണ് കുളിർത്തു പൂക്കൾ ചിരിച്ചു. പെരുമഴ പോയി, മേഘങ്ങളൊക്കെ നീങ്ങി, പിന്നെന്തായി? മണ്ണൊക്കെ ഇങ്ങനെ തണുത്തു അല്ലേ. എന്നിട്ട് പൂക്കളൊക്കെ വിടർന്നു അല്ലേ. പൂക്കളൊക്കെ വിടർന്നു വന്നു. കുട്ടൻ കൂട്ടുകാർക്കൊപ്പം കൂടി ആർത്തു തിമിർത്തു തകതിമിതവും. മഴയത്തുള്ള ഈ ഒരു ചെറിയ കവിത നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പം നമുക്ക് അടുത്ത പേജിൽ എന്താ നോക്കാം. ഈ ചിത്രത്തിൽ ആരൊക്കെയാണുള്ളത്? ഒരു വലിയ മരമുണ്ട്, മരത്തിൻ്റെ പൊത്തിലൊരു തത്തയുണ്ട്, പിന്നെ ബട്ടർഫ്ലൈ ഉണ്ട്, പുല്ലുകളുണ്ട് അല്ലേ. അപ്പം മരം എന്താണ് പറയുന്നത്? മഴത്തുള്ളികൾ എൻ്റെ ഇലകളിൽ തട്ടി ചിന്നിച്ചിറിക്കുന്നത് കാണാൻ എന്ത് രസമാണെന്നല്ലേ. നല്ല രസമായിരുന്നു എന്ന് പറയാണ്. മഴത്തുള്ളികൾ മരത്തിൻ്റെ ഇലകളിൽ തട്ടി ചിന്നിത്തെറിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു എന്ന്. അപ്പോൾ തത്ത എന്ത് പറയുന്നു? ഞാൻ ഈ പൊത്തിലായതുകൊണ്ട് മഴ നനഞ്ഞില്ല, പക്ഷേ നല്ല തണുപ്പുണ്ടെന്ന് പറയാണ്. അപ്പോൾ ഈ പുല്ലെന്ത് പറയാണ്? ചെടി എന്താണ് പറയുന്നത്? മണ്ണ് നനഞ്ഞു കുതിർന്നു, എനിക്കിനി പുൽനാമ്പുകൾ വളർന്നു വരും അല്ലേ. മണ്ണ് നല്ലപോലെ നനഞ്ഞതുകൊണ്ട് തന്നെ ഇനി പുതിയ പുതിയ തളിരിലകൾ അല്ലേ, പുതുനാമ്പുകൾ ഉണ്ടാവുമെന്ന് പറയാണ്. മഴ കഴിഞ്ഞാൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ പരിസരത്തുണ്ടാവുക? മണ്ണ് നനയും, പുഴയും കിണറും കുളവുമെല്ലാം നിറയും, മരങ്ങളിൽ പുതിയ ഇലകൾ വരും, മണ്ണിൽ പുതിയ പുല്ലുകൾ മുളയ്ക്കും, തണുപ്പ് കൂടും. ഇത് പരിസര പഠന പുസ്തകത്തിൽ എഴുതുക കേട്ടോ. നിങ്ങളുടെ പ്രദേശത്ത് എല്ലാ കാലത്തും മഴ ലഭിക്കാറുണ്ടോ? ഇല്ല അല്ലേ. ഏതൊക്കെ മാസങ്ങളിലാണ് മഴ ലഭിക്കുന്നത്? സാധാരണയായിട്ട് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് മഴ ലഭിക്കാറുള്ളത്. അടുത്തത്, കേരളത്തിൽ കഴിഞ്ഞ ജൂണിൽ പെയ്ത മഴ സംബന്ധിച്ച വാർത്തകളുടെ തലക്കെട്ടുകൾ നോക്കൂ. എന്തൊക്കെയാണ്? കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ, തിരുവനന്തപുരം ജില്ലയിൽ മഴയിൽ വൻ കുറവ് അല്ലേ. ഒരു സ്ഥലത്ത് നല്ല മഴ ആണെങ്കിൽ ഒരു സ്ഥലത്ത് മഴയിൽ വൻ കുറവുമാണ്. മഴയുടെ അളവിലുള്ള വ്യത്യാസം എങ്ങനെയാവും കണ്ടെത്തിയത്? മഴ അളക്കാൻ കഴിയുമോ? കഴിയും അല്ലേ. എങ്ങനെയാണ്? മഴ അളക്കുന്നതിനുള്ള ലളിതമായ ഒരു ഉപകരണമാണേത്? മഴ മാപ്പിനി എന്ന് പറയുന്നത്. മുറ്റത്ത് വെച്ചിരിക്കുന്ന ഒഴിഞ്ഞ പാത്രങ്ങളിൽ മഴ പെയ്തു കഴിയുമ്പോൾ വെള്ളം കാണാം. പെയ്ത മഴയുടെ അളവിൻ്റെ സൂചനയാണ് പാത്രത്തിലെ വെള്ളം നൽകുന്നത്. നമ്മൾ മുറ്റത്തൊക്കെ ഒരു പാത്രം വെക്കുകയാണെങ്കിൽ മഴ പെയ്ത് കഴിയുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ അളവ് ഉപയോഗിച്ചിട്ടാണ് മഴയുടെ ശക്തി, എത്രത്തോളം മഴ പെയ്തിട്ടുണ്ട് എന്ന് കണക്കാക്കുന്നത്. നമുക്ക് ഈ വെള്ളം അളക്കാൻ പറ്റുമോ? പറ്റും അല്ലേ. മഴ അളക്കാനുള്ള ഒരു ഉപകരണം നമുക്ക് നിർമ്മിച്ചാലോ? നിർമ്മിച്ചു നോക്കാം അല്ലേ. മഴ മാപ്പിനി. മഴ അളക്കുന്നതിനുള്ള ലളിതമായ ഒരു ഉപകരണമാണേത്? മഴ മാപ്പിനി. ഇതെങ്ങനെ നിർമ്മിക്കാൻ നോക്കാം. സിമ്പിളാണ് കേട്ടോ. മഴ മാപ്പിനി ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളത്? ഒരു ചില്ല് കുപ്പി വേണം, ഫണൽ വേണം അല്ലേ, പിന്നെയോ സ്കെയില് വേണം. അതെങ്ങനെയാണ് ഉണ്ടാക്കുക? ചില്ല് കുപ്പിയിൽ ഒരു സ്കെയില് ചിത്രത്തിലേതുപോലെ ഇങ്ങനെ ചേർത്തുറപ്പിച്ച് വെക്കുക. എവിടെയെങ്കിലും മണ്ണിലോ എവിടെ ആയാലും വേണ്ടിയില്ല, അത് ഉറപ്പിച്ച് വെക്കുക. എന്നിട്ട് ചില്ല് കുപ്പിയുടെ മുകളിൽ ഫണൽ വെക്കുക. ഫണൽ എന്ന് പറഞ്ഞാൽ അറിയാലോ മക്കൾക്ക്, നമ്മൾ ചിമ്മിണിയും വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ പുറത്ത് തൂവാതെ ഒഴിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് കേട്ടോ. എന്നിട്ട് അത് ഉറപ്പിച്ച് വെക്കുക. എന്നിട്ടോ കുപ്പി എവിടെ വെക്കണം? ഒരു തുറസായ സ്ഥലത്ത്, വെയിൽ കിട്ടുന്ന അല്ല മഴ കിട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കുക. മരങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് വെക്കുക. എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയത്ത് ജലനിരപ്പ് രേഖപ്പെടുത്തുക. എന്താ ചെയ്യുക? സ്കെയിലിൻ്റെ അളവിൽ എത്രത്തോളം വെള്ളം പൊങ്ങുന്നുണ്ടോ അപ്പോൾ സ്കെയിലിൻ്റെ അളവിൽ അവിടെ കാണാമല്ലോ. ആ ഒരു ജലനിരപ്പ് രേഖപ്പെടുത്തുക.
മനസ്സിലായോ? കൂട്ടുകാരും ഒന്നിച്ച് മഴമാപ്പിന് നിർമ്മിച്ച് ഓരോ ദിവസത്തെയും മഴയളവ് താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. എന്നിട്ട് താഴെ തന്നിരിക്കുന്ന ഒരു ഡേറ്റ് എത്രയാണ് മഴ ലഭിച്ചതെന്ന് എഴുതുക. എന്നിട്ട് ഓരോ ദിവസവും ലഭിച്ച മഴയുടെ അളവ് ക്ലാസ് മുറിയിലെ ബുള്ളറ്റിൻ ബോർഡിൽ എഴുതാൻ മറന്നു പോകരുത് കേട്ടോ. രേഖപ്പെടുത്തല്ലോ. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഏത് ദിവസമാണെന്നും കുറവ് ഏതാണ്, തീരെ മഴ ലഭിക്കാത്ത ദിവസമുണ്ടോ എന്നുള്ളതൊക്കെ മക്കൾ ചെയ്യുക കേട്ടോ. ക്ലാസ്സിൽ മാത്രം ചെയ്താൽ പോരാ, മക്കൾ വീട്ടിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി മഴവെള്ളം എവിടേക്ക്? മഴ പെയ്ത് കഴിഞ്ഞാൽ മഴവെള്ളം എങ്ങോട്ടാണ് പോകുന്നത്? നമുക്കൊരു പ്രവർത്തനം ചെയ്ത് നോക്കാം. ആദ്യത്തെ ചിത്രത്തിൽ എന്താ തന്നിട്ടുള്ളത്? ഉണങ്ങിയ മണ്ണ് നിറച്ചിട്ട് അടിഭാഗത്തൊരു വശത്ത് ദ്വാരമിട്ട പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ്. അതിൽ എന്താണ് ആ ഒരു അടിഭാഗത്ത് ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്, ഒരു ദ്വാരം ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിൽ ഉണങ്ങിയ മണ്ണ് നിറയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ചിത്രം 2 എന്തൊക്കെയുള്ളത്? പ്ലാസ്റ്റിക് കുപ്പി, വെള്ളം, സൂചി അല്ലേ? എന്നിട്ട് ചിത്രം 2 വസ്തുക്കൾ ഉപയോഗിച്ച് 1 പാത്രത്തിലെ മണ്ണിലേക്ക് മഴ പെയ്യിക്കുക. മണ്ണിൽ വീണ വെള്ളത്തിന് എന്ത് സംഭവിച്ചു? ആ വെള്ളം ആ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് കാണാം. ഇപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ മഴവെള്ളം എങ്ങോട്ടാണ് പോകുന്നത്? മണ്ണിലേക്കാണ് അല്ലേ? ഇനി കണ്ടെത്തലുകൾ അവതരിപ്പിക്കുകയും എൻ്റെ പരിസര പാഠപുസ്തകത്തിൽ എഴുതുകയും ചെയ്യട്ടോ. എന്നിട്ട് ചിത്രവും വരയ്ക്കണേ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ജലസ്രോതസ്സുകൾ. ഒരു കുട്ടി എന്താ പറയുന്നത്? എൻ്റെ വീട്ടിലെ കിണറ്റിൽ നിറയെ വെള്ളമുണ്ടെന്ന്. അപ്പോൾ രണ്ടാമത്തെ ആൾ ഞങ്ങളുടെ വീട്ടിൽ കുഴൽ കിണറാണ്, അതിലെത്ര വെള്ളമുണ്ടെന്ന് കാണാൻ കഴിയില്ല എന്നല്ലേ. മൂന്നാമത്തെ ആൾ എന്താ പറയുന്നത്? തൊടിയിലെ കുളത്തിൽ നിന്നാണ് കൃഷിക്കും വീട്ടിലെ ആവശ്യത്തിനുമുള്ള ജലം ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ എവിടെ നിന്നാണ് ജലം ലഭിക്കുന്നതെന്ന് പറയൂ. എവിടെ നിന്നാണ്? മിക്കവാറും ആളുകളത് കിണറിൽ നിന്നായിരിക്കും അല്ലേ. അപ്പോൾ ഈ കുട്ടികൾ പറഞ്ഞ 3ഉം എന്താണ്? ജലസ്രോതസ്സുകളാണ്. കിണർ, ഇനി കുഴൽ കിണർ, കുളം ഒക്കെ എന്താണ്? ജലസ്രോതസ്സുകളാണ് അല്ലേ. ഇനിയോ സുരംഗയും കേണിയും. ഒരാൾക്ക് നടന്നു പോകാൻ മാത്രം വലുപ്പമുള്ള തുരങ്കങ്ങൾ നിർമ്മിച്ച് അതിലൂടെ ഭൂഗർഭജലത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സംവിധാനമാണ് സുരംഗ എന്നറിയപ്പെടുന്നത്. ചിത്രത്തിൽ നോക്കിക്കേ. അപ്പോൾ അത് എവിടെയാണുള്ളത്? കാസർഗോഡ് ജില്ലയിലും കർണാടകത്തിലെ ചില ഭാഗങ്ങളിലുമാണ് സുരംഗകളുള്ളത്. അപ്പോൾ സുരംഗ എന്ന് പറയുന്നത് എന്താണ്? ഒരു ജലസ്രോതസ്സാണ് കേട്ടോ. പിന്നെ കേണി എന്നാൽ കിണർ എന്നാണ് അർത്ഥം. വലിയ മരത്തടികൾ തുരന്ന് ഭൂമിയിലേക്ക് താഴ്ത്തിയാണ് കേണികൾ നിർമ്മിക്കുക. നേരിട്ട് പാത്രങ്ങൾ കൊണ്ട് കോരിയെടുക്കാവുന്നത്ര ആഴമേ കേണികൾക്കുണ്ടാവുള്ളൂ. കേരളത്തിലെ പല ആദിവാസി വിഭാഗത്തിലും ഇപ്പോഴും കേണികൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കേണിയും എന്താണ്? ഒരു ജലസ്രോതസ്സാണ്. അടുത്തത് ജീവജലം. ചിത്രം നിരീക്ഷിക്കൂ. പുഴയിലെ ജലം എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഈ ജീവികൾ ഉപയോഗിക്കുന്നത്? ഓരോരുത്തരും പല ആവശ്യത്തിനുമാണ് അല്ലേ. ചിലർ കുടിക്കാനാണ്, ചിലർ കുളിക്കാനാണ് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട്, ജീവിയും ജലം കൊണ്ടുള്ള ആവശ്യങ്ങളും. അപ്പോൾ ഇവിടെ കുറച്ച് ജീവികളുടെ പേരുകൾ കൊടുക്കാം, അതിൻ്റെ ആവശ്യങ്ങളും കൊടുക്കാം. മക്കൾ കൂടുതൽ എഴുതണം കേട്ടോ. അപ്പോൾ മീന് വാസസ്ഥലമാണ്, അതിന് ജീവിക്കാനുള്ള സ്ഥലമാണ് അല്ലേ. ആന കുടിക്കാനും കുളിക്കാനും, മാന് കുടിക്കാനും കുളിക്കാനും, കൊക്കോ കുടിക്കാനും കുളിക്കാനും ഭക്ഷണത്തിനും, കുരങ്ങൻ കുടിക്കാൻ കുളിക്കാൻ, പിന്നെയോ മുതല അതിൻ്റെ വാസസ്ഥലമാണ്, തവളയുടെയും വാസസ്ഥലമാണ് അല്ലേ, ജീവിക്കുന്ന സ്ഥലമാണ്. ഇനി നാം എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ജലം ഉപയോഗിക്കുന്നത്? ഇപ്പോൾ അല്ലാത്ത ജീവികളത് പറഞ്ഞു. ഇനി നമ്മൾ എന്തൊക്കെ ആവശ്യത്തിനാണ് ജലം ഉപയോഗിക്കുന്നത്? കുടിക്കാൻ, കുളിക്കാൻ, കൈകൾ വൃത്തിയാക്കാൻ, വാഹനങ്ങൾ കഴുകാൻ, തറ വൃത്തിയാക്കാൻ, പാത്രങ്ങൾ കഴുകാൻ, ചെടികൾ നനയ്ക്കാൻ, തുണികൾ അലക്കാൻ, കൃഷി ആവശ്യത്തിന്. ഇനിയും മക്കൾ കൂടുതൽ കൂട്ടിച്ചേർക്കുക കേട്ടോ. അടുത്തത് ഇവിടെ ഒരു ചിത്രം തന്നു കണ്ടോ, വരണ്ട് കിടക്കുന്ന ഒരു ചിത്രമാണ് അല്ലേ. ആവശ്യത്തിന് ജലം ലഭിക്കാതായാൽ മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും എന്തെല്ലാം സംഭവിക്കും? ചർച്ച ചെയ്തെഴുതൂ. നമുക്ക് ജീവിക്കണമെങ്കിൽ തന്നെ എന്തു വേണം? വെള്ളം വേണം അല്ലേ. അപ്പം നമുക്ക് എന്തൊക്കെ എഴുതാം? വരൾച്ച അനുഭവപ്പെടും, കുടിക്കാൻ വെള്ളമുണ്ടാവില്ല, കുളിക്കാൻ വെള്ളമുണ്ടാവില്ല, കൃഷിയൊക്കെ നശിക്കും അല്ലേ. പിന്നെയോ ഫാക്ടറികളൊക്കെ അടിച്ചു പൂട്ടേണ്ടി വരും, പാത്രം കഴുകാനാവില്ല, നമ്മളിടുന്ന വസ്ത്രം അലക്കാൻ പറ്റില്ല, പിന്നെ മനുഷ്യരും മൃഗങ്ങളും ഒക്കെ എന്താണ് വെള്ളം കിട്ടാതെ മരിച്ചു പോകും അല്ലേ. അടുത്തത്
പാഴാക്കരുതേ. നഗരമധ്യത്തിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് മുഴുവൻ വെള്ളത്തിൽ. ഇതൊരു പത്രവാർത്തയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ, റോഡിലൊക്കെ പൈപ്പ് പൊട്ടിയിട്ട് വെറുതെ വെള്ളം അങ്ങനെ പോകുന്നത്. അപ്പോൾ വെള്ളം പാഴാകുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ആർക്കും വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റൂല അല്ലേ? പക്ഷേ വെള്ളം ഒഴിവാക്കുന്ന സന്ദർഭങ്ങൾ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് പല്ല് തേക്കുമ്പോഴും കുളിക്കുമ്പോഴൊക്കെ വെറുതെ പൈപ്പ് തുറന്നിടുന്നത് അല്ലേ? അത് നിങ്ങളിൽ പലരും ചെയ്യുന്നുണ്ടാവും. പിന്നെയോ ചെടികൾ നനയ്ക്കുമ്പോൾ ആവശ്യത്തിനല്ലാതെ വെള്ളം ഉപയോഗിക്കുന്നത്. പിന്നെ ടാങ്ക് നിറഞ്ഞ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യും? മോട്ടർ ഓഫാക്കൂല അല്ലേ? വെള്ളം ഇങ്ങനെ നിറഞ്ഞൊഴുകും. പിന്നെ പൊതുവായിട്ടുള്ള പൈപ്പുകളൊക്കെ കണ്ടില്ലേ, റോഡിൽ പൊട്ടിയിട്ട് വെള്ളം പുറത്തേക്ക് പോകുന്നത് എത്രയോ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നത് കാണാം. ഇനി ജലം പാഴാകാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? ടാപ്പുകൾ അനാവശ്യമായിട്ട് തുറന്നിടരുത്. പിന്നെയോ ടാങ്ക് നിറഞ്ഞ ഉടനെ മോട്ടർ ഓഫ് ചെയ്യുക. പിന്നെ ചെടികൾ നനയ്ക്കാൻ വെള്ളം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. പിന്നെ പല്ല് തേക്കുമ്പോഴും കുളിക്കുമ്പോഴൊക്കെ ആവശ്യത്തിന് മാത്രം വെള്ളം ഉപയോഗിക്കുക. പുറത്ത് പൈപ്പൊക്കെ പൊട്ടിയാൽ പെട്ടെന്ന് തന്നെ നന്നാക്കുക അല്ലേ? അടുത്തത് ജലശുദ്ധീകരണമാണ് കേട്ടോ. മണ്ണിൽ വീണ് കലങ്ങിയ മഴവെള്ളം കിണറിലേക്ക് എത്തുമ്പോൾ തെളിഞ്ഞു വരുന്നത് എങ്ങനെയാണ്? മഴ പെയ്താൽ നമ്മുടെ മുറ്റത്തൊക്കെ എന്ത് വെള്ളം ഉണ്ടാവുക? ചെളിവെള്ളമാണല്ലേ ഉണ്ടാവുക. മണ്ണിനോട് കൂടിയിട്ടുള്ള ചെളിവെള്ളമാണ് ഉണ്ടാവുക. അതേ വെള്ളം തന്നെയാണ് പിന്നെ കിണറിലേക്ക് എത്തുമ്പോൾ, കിണറിൽ മണ്ണല്ലേ, കിണറിലേക്ക് എത്തുമ്പോൾ പക്ഷേ നമ്മൾ വെള്ളം കോരിയെടുക്കുമ്പോൾ എന്താണ്? നല്ല തെളിഞ്ഞ വെള്ളമാണ് കിട്ടുന്നത്. അതെന്തുകൊണ്ടാണ്? മഴവെള്ളത്തിൻ്റെ ഒരു ഭാഗം മണ്ണിലൂടെ താഴേക്ക് അരിച്ചിറങ്ങുന്നു. ഇത് ഉറവയായി കിണറ്റിലും മറ്റ് ജലസ്രോതസ്സുകളിലും എത്തിച്ചേരുന്നു. മണ്ണിലൂടെ അരിച്ചിറങ്ങുമ്പോഴാണ് വെള്ളം തെളിഞ്ഞു വരുന്നത്. അടുത്തത് കലക്ക വെള്ളത്തെ തെളിനീരാക്കാം അല്ലേ? നല്ല കലങ്ങിയ വെള്ളത്തെ നമുക്ക് നല്ല വെള്ളമാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 3 ചിരട്ടകൾ എടുത്തിട്ട് ഓരോന്നിലും ദ്വാരമിടുക, ഒരോട്ടയിടുക. എന്നിട്ട് ദ്വാരമിട്ട ഭാഗത്ത് പഞ്ഞിയോ തുണിയോ വെക്കുക. എന്നിട്ട് ഒന്നിൽ ചരൽ, ഒന്നിൽ മണൽ, ഒന്നിൽ കരി. എന്നിട്ട് ചിരട്ട ഇങ്ങനെ ഓരോ ചിരട്ടൻ്റെ മുകളിലായിട്ട് വെക്കുക. ഈ ചിത്രത്തിൽ കാണുന്ന മാതിരി വെക്കുക. ഏറ്റവും മുകളിലുള്ളതിൽ ചരലാണ് വേണ്ടത്, നടുവിലുള്ള ചിരട്ടയിൽ മണൽ, താഴെയുള്ള ചിരട്ടയിൽ കരിയാണ് വേണ്ടത്. ഇനി എന്ത് ചെയ്യുക? താഴെ ഏറ്റവും മുകളിലൂടെ ചിരട്ടയിലേക്ക് വെള്ളം ഒഴിക്കുക. കലങ്ങിയ വെള്ളം വേണം കേട്ടോ ഒഴിക്കാൻ. അപ്പോൾ എന്താണ് കണ്ടെത്തിയത്? 3 ചിരട്ടയും കഴിഞ്ഞ് താഴേക്ക് എത്തുമ്പോഴേക്കും ആ വെള്ളം എന്തായി? നല്ല തെളിഞ്ഞ വെള്ളമായിട്ടുണ്ട് അല്ലേ? അതെന്തുകൊണ്ടാണ്? നമ്മൾ പഠിച്ചു, ചളിവെള്ളമായാലും പിന്നെ കലക്ക വെള്ളം പിന്നെ മണ്ണിലൂടെ അരിച്ചിറങ്ങി വരുമ്പോൾ അതെന്താവുന്നു? നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് മാറുന്നുണ്ട്. പിന്നെ ഈ രീതി ഉപയോഗിച്ചാണ് മഴവെള്ള സംഭരണികളിൽ ജലം അരിച്ചെടുക്കുന്നത്. സ്ഥാപനങ്ങളിലും വീടുകളിലും കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനായുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ശുദ്ധജലക്ഷാമം രൂക്ഷമായ ചില രാജ്യങ്ങളിൽ കടൽവെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നു. പൊതുജലവിതരണ സംവിധാനങ്ങളിലൂടെ വീടുകളിൽ ലഭിക്കുന്ന വെള്ളം വിവിധ ജലസ്രോതസ്സുകളിൽ നിന്ന് ശേഖരിച്ച് ശുദ്ധീകരിച്ചതാണ്. അപ്പോൾ മക്കൾക്ക് അറിയാൻ പറ്റും, ചിലരുടെ വീട്ടിലെങ്കിലും പഞ്ചായത്തിൻ്റെ വെള്ളം, കോർപ്പറേഷൻ്റെ വെള്ളം അങ്ങനെയൊക്കെ കിട്ടാൽ മതി. ജപ്പാൻ്റെ വെള്ളം അങ്ങനെയൊക്കെ അത് കുളത്തിൽ നിന്നൊക്കെ ഇതുപോലെ ശുദ്ധീകരിച്ച് വരുന്നതാണ്. നമ്മൾ കുറേ ജലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിച്ചു അല്ലേ? ഇനി മണ്ണിൻ്റെ പ്രാധാന്യം. നീ ഒരു പിന്നെ മുള്ളൻപന്നി എന്താ പറയുന്നത്? മണ്ണിലെ മാളങ്ങളിലാണ് ഞങ്ങളുടെ താമസം എന്ന്. അപ്പോൾ ഇതാ ഒരു ചെറിയ വിത്ത് മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്? മണ്ണിലായിരുന്നു ഞാൻ, ജലം ലഭിച്ചപ്പോൾ പുറത്തു വന്നു. പിന്നെ മണ്ണിലെന്താ പറയുന്നത്? ഞാനെന്നും മണ്ണിൽ തന്നെ. മണ്ണ് കൊണ്ട് ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും എന്തെല്ലാം പ്രയോജനങ്ങളാണുള്ളത്? വാസസ്ഥലത്തിന്, മാളങ്ങൾ ഉണ്ടാക്കാൻ, സസ്യങ്ങൾക്ക് വളരാൻ, ഭക്ഷണത്തിന് അല്ലേ? ഇനി നമുക്ക് മണ്ണ് കൊണ്ട് എന്തെല്ലാം ആവശ്യങ്ങളാണുള്ളത്? കൃഷിക്ക്, ചെടികൾ വളർത്താൻ, വീട് കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ, പാത്രങ്ങൾ നിർമ്മിക്കാൻ അല്ലേ? ഇനി രൂപങ്ങൾ നിർമ്മിക്കാം. കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ രൂപങ്ങൾ കണ്ടല്ലോ. നമുക്കും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. നിങ്ങൾ നിർമ്മിച്ച കളിമൺ രൂപങ്ങളുടെ പ്രദർശനം സംഘടിപ്പിക്കുമ്പോൾ മക്കൾ കളിമണ്ണ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പല രൂപങ്ങളും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അടുത്തത് രൂപങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ച മണ്ണിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ എന്ത് മണ്ണാണ് രൂപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? കളിമണ്ണാണ് അല്ലേ? കളിമണ്ണ് തന്നെ ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാണ്? വെള്ളം നന്നായിട്ട് പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്. പിന്നെ ആ ഒരു കളിമണ്ണ് നല്ല പശിമയുള്ളതാണ്. പിന്നെ തരികളുടെ എണ്ണം കുറവായിരിക്കും.
ഇനി നിറം, തരികളുടെ വലിപ്പം എന്നിവ പരിശോധിക്കൂ. നിറം എങ്ങനെയായിരിക്കും? കുറച്ച് കറുത്ത കളറോട് കൂടിയ മണ്ണായിരിക്കും. പിന്നെയോ തരികളുടെ വലിപ്പം വളരെ ചെറുതായിരിക്കും അല്ലേ, കുറവായിരിക്കും. നമ്മുടെ പരിസരത്ത് എല്ലായിടത്തുമുള്ള മണ്ണ് ഒരുപോലെയാണോ? അല്ല അല്ലേ. നമുക്ക് പരിശോധിക്കാം. പല വിധത്തിലുള്ള മണ്ണുണ്ട് അല്ലേ. എക്കൽ മണ്ണ്, കളിമണ്ണ്, ചെമ്മണ്ണ് അല്ലേ, അങ്ങനെ ഒരുപാട് തരം മണ്ണുകളുണ്ട്. അപ്പോൾ സ്കൂൾ മുറ്റം, മരച്ചുവട്, ജൈവ വൈവിധ്യ ഉദ്യാനം, കളിസ്ഥലം എന്നിവിടങ്ങളിൽ നിന്ന് മണ്ണ് ശേഖരിച്ച് നിരീക്ഷിക്കൂ. പട്ടിക പൂർത്തിയാക്കാം. അപ്പോൾ ശേഖരിച്ച സ്ഥലം, മണ്ണിൻ്റെ നിറം, മറ്റ് പ്രത്യേകതകളാണ് എഴുതേണ്ടത്. സ്കൂൾ മുറ്റത്തെ മണ്ണ് ആണ്, അതിൻ്റെ നിറം ചുവപ്പ്, വലിയ തരികളാണ്. ഇനി പൂന്തോട്ടത്തിലെ മണ്ണാണെങ്കിലോ കാപ്പി കളറാണ് അല്ലേ, ബ്രൗൺ കളറാണ്, ചെറിയ തരികളാണ്, നനഞ്ഞ മണ്ണാണ്. അപ്പോൾ ഇതുപോലെ മറ്റ് സ്ഥലങ്ങളിലെ മണ്ണുകളും മണലുകളും ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ കളറും തരികളുടെ വലിപ്പവും എഴുതാം. നിങ്ങൾ ശേഖരിച്ച മണ്ണിനങ്ങളെല്ലാം ഒരേ നിറത്തിലുള്ളതാണോ? അല്ല അല്ലേ. തരികളുടെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ടോ? ഉണ്ട്. അപ്പോൾ കണ്ടെത്തലുകൾ എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതുക. ഇനി മണ്ണിൻ്റെ കഥയാണ് കേട്ടോ. കൂട്ടുകാരെ, എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. ഞാനാണ് മണ്ണ്. ഞാൻ പലതരത്തിലും പല വിധത്തിലുമുണ്ട്. ഓരോ പ്രദേശത്തും എൻ്റെ സ്വഭാവം വ്യത്യാസപ്പെട്ടിരിക്കും. ലക്ഷക്കണക്കിന് സൂക്ഷ്മജീവികളും പല ജൈവ ഘടകങ്ങളും എന്നിലുണ്ട്. ആയിരക്കണക്കിന് വർഷത്തെ നിരന്തരമായ ജൈവ അജൈവ പ്രവർത്തനങ്ങളിലൂടെയാണ് ഞാൻ ഈ വിധത്തിൽ രൂപപ്പെട്ടത്. അപ്പോൾ മക്കൾക്ക് മണ്ണിൻ്റെ കഥ മനസ്സിലായില്ലേ? ഇനി മണ്ണിൻ്റെ കഥയുടെ തുടക്കം വായിച്ചല്ലോ. മണ്ണുണ്ടാകുന്ന പ്രക്രിയയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തൂ. കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് മണ്ണിൻ്റെ കഥ പൂർത്തിയാക്കി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. അപ്പോൾ മണ്ണുണ്ടാക്കുന്ന പ്രക്രിയയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യം നമ്മൾ മണ്ണിൻ്റെ കഥയിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ദീർഘകാല പ്രക്രിയയാണ്. കുറേ കാലങ്ങൾ കൊണ്ടാണ് മണ്ണുണ്ടാവുന്നത്. കാലാവസ്ഥയിലുണ്ടാവുന്ന മാറ്റം അല്ലേ, ഇപ്പം തണുപ്പ്, ചൂട്, കൊടുങ്കാറ്റ്, അങ്ങനെ കാലാവസ്ഥയിലുണ്ടാവുന്ന മാറ്റം. പിന്നെയോ നദികളുടെ ഒഴുക്ക്, പിന്നെ പാറ പൊട്ടിക്കൽ, മണ്ണൊലിപ്പ്, കടലിലെ തിരമാലകൾ, ജൈവിക പ്രവർത്തനം, ഇത്രയും ഘടകങ്ങളാണ് മണ്ണ് രൂപപ്പെടുന്നതിൽ കാണാൻ പറ്റുന്നത്. അടുത്തത് മണ്ണിനുള്ളിൽ എന്തെല്ലാം, മണ്ണിനുള്ളിൽ കഴിയുന്ന ജീവികൾ ഏതെല്ലാം എഴുതി നോക്കൂ. 5 എണ്ണമെങ്കിലും മക്കൾ പഠിച്ചു വെക്കുക കേട്ടോ. മണ്ണിര, പഴുതാര, ചിതൽ, ഉറുമ്പ്, വണ്ടുകൾ. ഇനിയും മക്കൾ കണ്ടെത്തണേ. ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് സ്കൂൾ പരിസരത്തെ മണ്ണ് നിരീക്ഷിക്കൂ. ഏതെല്ലാം ജീവികളെ കണ്ടെത്താൻ കഴിഞ്ഞു? ഇവക്ക് ആവശ്യമായ ഭക്ഷണം, ജലം, വായു എന്നിവ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? മണ്ണിൽ നിന്നാണ് അല്ലേ. ഇനി മണ്ണിൽ ഈ ജലവും വായുവും ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയാലോ. മണ്ണിലെ വായു, മണ്ണിൽ വായു ഉണ്ടോ? ഉണ്ട് അല്ലേ. എങ്ങനെ കണ്ടെത്താം? ഏതാനും ഉണങ്ങിയ മൺകട്ടകൾ എടുക്കുക. എന്നിട്ട് അതൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിലേക്കിടുക ഈ മൺകട്ടകൾ. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? കണ്ടെത്തലുകൾ കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്ത് എഴുതൂ. മൺകട്ടകളിൽ നിന്നും വായു കുമിളകൾ ഗ്ലാസ്സിലെ വെള്ളത്തിന് മുകളിലേക്ക് വരുന്നു. അപ്പോൾ എന്താണ്? ആ ഒരു മണ്ണിൽ എന്തുണ്ട്? വായു ഉണ്ട് അല്ലേ. അടുത്തത് മണ്ണിൽ ജലാംശമുണ്ടോ എന്ന് നോക്കാം. മണ്ണിൽ ജലാംശമുണ്ടോ? ഉണ്ട് അല്ലേ. എങ്ങനെയാണ് കണ്ടെത്തുക? ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ മണ്ണ് ശേഖരിച്ച് ഒരു സുതാര്യമായ കുപ്പിയിലാക്കുക. അതായത് നിങ്ങൾ പൂന്തോട്ടത്തിൽ നിന്നും കുറച്ച് മണ്ണെടുത്തിട്ട് നിങ്ങൾക്കുള്ളിൽ നിന്നും പുറത്തേക്ക് നോക്കിയാൽ കാണുന്ന തരത്തിലുള്ള ഒരു കുപ്പി എടുക്കുക. എന്നിട്ട് ആ മണ്ണ് അതിലാക്കുക. അതിനുശേഷം കുപ്പി അടച്ച് വെച്ചിട്ട് വെയിലത്ത് കൊണ്ടുപോയിട്ട് വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പരിശോധിച്ചാൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവുക? കുപ്പിയുടെ വശങ്ങളിൽ ജലകണങ്ങൾ പറ്റിപ്പിടിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം മണ്ണിൽ എന്തുണ്ട്? ജലാംശമുണ്ട് അല്ലേ. അടുത്തത് മണ്ണിലെ ജൈവാംശം. ഒരു ഗ്ലാസ്സിൽ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ നിന്ന് ശേഖരിച്ച മണ്ണ് പകുതി നിറയ്ക്കുക. പൂന്തോട്ടത്തിൽ നിന്ന് ശേഖരിച്ച മണ്ണ് ഒരു ഗ്ലാസ്സിൽ പകുതി നിറയ്ക്കുക. ഇതിലേക്ക് ജലം ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ എന്താ കാണാൻ കഴിയുന്നത്? ഗ്ലാസ്സിൽ അടിഞ്ഞ മണ്ണിന് മുകളിലായിട്ട് വെള്ളത്തിൽ ഉണങ്ങിയ ഇലകളുടെ പൊടികളും അങ്ങനെ പല വസ്തുക്കളും ചെറിയ ചെറിയ കൊമ്പുകളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ എന്ത് മനസ്സിലാക്കാം? മണ്ണിൽ ജൈവാംശമുണ്ടെന്ന് മനസ്സിലാക്കാം അല്ലേ? ഉണങ്ങിയ ഇലകളും കമ്പ് കഷ്ണങ്ങളും ജീവികളുടെ അവശിഷ്ടങ്ങളും അടങ്ങിയതാണ് എന്ത്? ജൈവാംശം. ജൈവാംശം കൂടുതലുള്ള മണ്ണിലാണ് ചെടികൾ നന്നായിട്ട് വളരുന്നത്. അപ്പോൾ നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ ജൈവാംശം കൂടുതലായിരിക്കും അല്ലേ? പൂന്തോട്ടത്തിലുള്ള മണ്ണിൽ ഇപ്പോൾ ജൈവാംശമുള്ള മണ്ണാണ് മണ്ണിരയുടെ ആഹാരം. അപ്പോൾ മണ്ണിരയുടെ ആഹാരം എന്താ ചോദിച്ചാൽ ജൈവാംശമുള്ള മണ്ണാണ്. എവിടെയാണ് ചെടികൾ നന്നായിട്ട് വളരുന്നതെന്ന് വെച്ചാൽ ജൈവാംശമുള്ള മണ്ണിലാണ് എന്നല്ലേ? നിങ്ങളുടെ വീട്ടു പരിസരത്ത് എവിടെയാണ് കൂടുതൽ ജൈവാംശമുള്ള മണ്ണുള്ളത്? അത് മിക്കവാറും പൂന്തോട്ടത്തിൽ തന്നെയായിരിക്കും അല്ലേ? കളിമണ്ണ് കൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അച്ഛനെയും മകനെയും കാണാല്ലേ? അപ്പോൾ അവിടെ എന്താണ് തന്നിട്ടുള്ളത്? മണ്ണിനകത്തും പുറത്തുമായി വലുതും ചെറുതുമായ ലക്ഷക്കണക്കിന് ജീവികളുണ്ട്. സസ്യങ്ങൾ മണ്ണിൽ നിന്ന് ജലവും പോഷകങ്ങളും വലിച്ചെടുത്തിട്ടാണ് വളരുന്നത്. മനുഷ്യനുൾപ്പെടെയുള്ള ജീവികൾ വിവിധ ആവശ്യങ്ങൾക്കായി മണ്ണിനെ ആശ്രയിക്കുന്നുണ്ട്. മണ്ണ് മലിനമാകാതെയും ഫലപുഷ്ടി നഷ്ടപ്പെടാതെയും സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് നിലനിൽക്കാനാവുകയുള്ളൂ. വിലയിരുത്താം. ആശയപടം പൂർത്തിയാക്കുക. മണ്ണിൽ എന്തെല്ലാം? വായുണ്ട്, ജലാംശമുണ്ട്, ജൈവാംശമുണ്ട്. മണ്ണിലെ ജീവികൾ ഏതെല്ലാം? പഴുതാര, മണ്ണിര, കുഴിയാന, ചിതല് തുടങ്ങിയവ അല്ലേ? ഇനി ജലത്തിൻ്റെ ഉപയോഗങ്ങൾ അല്ലേ? ഇഷ്ടം പോലല്ലേ? അത് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. അതിൽ കുടിക്കാൻ, കുളിക്കാൻ, കൃഷിക്ക് ഇതുപോലുള്ളവ എഴുതാം. പിന്നെ ജലസ്രോതസ്സുകൾ ഏതെല്ലാം? കിണറും കുഴൽക്കിണർ, കുളം പോലുള്ളവ എഴുതി കൊടുക്കാം. രണ്ടാമത്തെ ചോദ്യം, കുട്ടനും കൂട്ടുകാരും കളിക്കാനായി നദീതീരത്തെത്തി. അവർ കഴിച്ച മിഠായിയുടെ കവറുകൾ എന്ത് ചെയ്തു? വെള്ളത്തിലേക്ക് എറിഞ്ഞു. അപ്പോൾ നദിയിലെ മീൻ അവരോട് പറയാണ്, മിഠായി കവർ വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ വെള്ളത്തിൽ നിന്ന് മീൻ പറയാണ്, നിങ്ങൾക്ക് വീട് എങ്ങനെയാണോ അതുപോലെയാണ് ഞങ്ങൾക്ക് ഈ നദിയെന്ന്. അപ്പോൾ ഈ അഭിപ്രായത്തോട് മക്കൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? അതെ, ഈ അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിക്കുന്നു. പുഴകളും നദികളും ഒക്കെയാണ് മീനുകളുടെ വീട് അല്ലേ? അവരവിടെയാണ് ജീവിക്കുന്നത്. നമ്മൾ ഈ ജലസ്രോതസ്സുകളിലേക്ക് പ്ലാസ്റ്റിക് ഇടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതവർക്ക് വലിയ ഭീഷണി തന്നെയാണ്. ഇനി ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ നമുക്കിനി എന്തെല്ലാം ചെയ്യാൻ പറ്റും? പ്ലക്കാർഡും പോസ്റ്റേഴ്സും ഒക്കെ ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ ഈ ഒരു ക്ലാസ് മക്കൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി വേറെ ഏതെങ്കിലും ക്ലാസ്സോ സബ്ജക്റ്റോ ആണ് വേണ്ടതെങ്കിൽ ആ ഒരു ക്ലാസ്സും സബ്ജക്റ്റും പ്ലേലിസ്റ്റിൽ പോയിട്ട് അടിച്ചാൽ ആ ഒരു ക്ലാസ്സിലിട്ട വീഡിയോസൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.